Methodist Convention 2006 hymn sheet. 2006 മധ്യപ്രദേശ് കൺവെൻഷന്റെ 51ാമത്തെ തമിഴ് പാട്ട്.
26-ാമത്തെ മലയാളം ഭാഗം.
Beloved ones, this afternoon let us be filled with the love of God. പ്രിയപ്പെട്ടവരെ, ഈ മധ്യാഹ്ന വേളയിൽ നമുക്ക് എല്ലാവർക്കും ദൈവസ്നേഹത്താൽ നിറയപ്പെടാം. Yes, the love of God is shed abroad in our hearts by the Holy Ghost that God has given us. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ആകുന്നുവല്ലോ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നത്. Therefore, through the anointing, let us be filled with the love of God. അതുകൊണ്ട് അഭിഷേകം മുഖാന്തരമായി ദൈവസ്നേഹത്താൽ നമുക്ക് നിറയപ്പെടാം. So, through the love of God only, we can press forward in our spiritual lives. ദൈവസ്നേഹത്താൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയുകയുള്ളൂ. So, what we read about Jacob, അതുകൊണ്ട് യാക്കോബിനെ കുറിച്ച് നാം എന്ത് വായിക്കുന്നു? when he asked for Rachel to Laban, ലാബാനോട് റാഹേലിനു വേണ്ടി അവൻ ചോദിച്ചപ്പോൾ, so he said that he should labor for him for 7 years. അവൾക്ക് വേണ്ടി 7 വർഷം നീ എനിക്ക് വേല ചെയ്യണമെന്ന് അവൻ പറയുന്നു. At that time, Jacob, he labored for 7 years. അങ്ങനെ യാക്കോബ് 7 വർഷം റാഹേലിനു വേണ്ടി ജോലി ചെയ്യുന്നു. But it is written because of the love he had for her, that 7 years seemed to be a few days. എന്നാൽ തിരുവചനത്തിൽ ഇങ്ങനെയാകുമല്ലോ നാം വായിക്കുന്നത്, യാക്കോബിനോട് റാഹേലിനോട് ഉണ്ടായിരുന്ന ആ സ്നേഹനിമിത്തം തന്നെ ആ 7 സംവത്സരം അവന് കുറച്ച് ദിനങ്ങൾ പോലെ അനുഭവമായി എന്ന്. If that is the nature of a human love, അതൊരു മാനുഷികമായ സ്നേഹത്തിന്റെ അനുഭവമാകുന്നുവെങ്കിൽ, if so, how much more powerful is the divine love? അങ്ങനെയാകുന്നുവെങ്കിൽ ദിവ്യ സ്നേഹം എത്രത്തോളം ശക്തിയുള്ളതാകുന്നു. So if we are filled with the love of God, നാം ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്നുവെങ്കിൽ, when we go through various afflictions, it won't seem to be affliction for us. ഉപദ്രവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് നമുക്ക് ഉപദ്രവം എന്ന് തന്നെ തോന്നുകയില്ല. If we are filled with the love of God, നാം ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്നുവെങ്കിൽ, when we have to face reproaches in our lives, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപമാനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, it won't seem to be a reproach. അത് അപമാനം എന്ന് നാം എണ്ണുകയുമില്ല. So when we go through various problems in our lives, നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നാം നേരിടുമ്പോൾ, all those problems will seem to be devices through which God shapes us and molds us. ആ പ്രശ്നങ്ങളൊക്കെയും ദൈവം നമ്മെ ഉരുവാക്കുവാൻ തക്കവണ്ണം മെനയുവാൻ തക്കവണ്ണം ഉള്ള ഉപകരണങ്ങളെന്ന് നമുക്ക് മാത്രമേ തോന്നുകയുള്ളൂ. So in the past days, why we murmured? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകൾ നാം എന്തുകൊണ്ട് പിറുപിറുത്തു? Because we lacked the love of God. ദൈവ സ്നേഹത്തിന്റെ കുറവ് നിമിത്തം തന്നെ. Therefore, let us ask pardon from God. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് ക്ഷമ യാചിക്കാം. Lord, I want to be filled with thy love. നിന്റെ സ്നേഹത്താൽ ഞാൻ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. In the coming days, I should not be murmuring, Lord. വരുവാനുള്ള ദിനങ്ങളിൽ ഞാൻ പിറുപിറുക്കുന്നവനായി കാണപ്പെടരുത്. I should not be complaining, Lord. കർത്താവേ, ഞാൻ പരാതി പറയുന്നവനായി കാണപ്പെടരുത്. Fill me with thy love. നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. Fill me with thy Calvary's love. നിന്റെ കാൽവരി സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. So Jesus also, because of the love he had for us, നമുക്ക് വേണ്ടിയുള്ള തന്റെ സ്നേഹം നിമിത്തം തന്നെ യേശുവും, so he also suffered for us. അവൻ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. So let us also yield our lives. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. So with that love, God is in our midst. ആ സ്നേഹം കൊണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. All those who are praying for that love, ആ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കൊക്കെയും, all those who are asking for to be filled with thy love, ആ സ്നേഹത്താൽ നിറയപ്പെടുവാൻ തക്കവണ്ണം അവനോട് യാചിക്കുന്ന ഏവർക്കും, God has come in our midst with an anointing. അഭിഷേകവും കൊണ്ട് കർത്താവ് നമ്മുടെ മധ്യേ വന്നിരിക്കുന്നു. Through that anointing, God wants to fill our hearts with his love. ആ അഭിഷേക നിമിത്തം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ സ്നേഹത്താൽ നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Through that love, God wants to strengthen our inner man. ആ സ്നേഹ നിമിത്തം നമ്മുടെ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Through that, we will be able to overcome this world. അത് മുഖാന്തരം നമുക്ക് ഈ ലോകത്തെ ജയിപ്പാൻ കഴിയും. Through that love, we will be able to overcome this flesh. ആ സ്നേഹ മുഖാന്തരം ഈ ജഡത്തെ നമുക്ക് ജയിപ്പാൻ കഴിയും. So let us be overcomers. അതുകൊണ്ട് നമുക്ക് ജയാളികളായി മാറാം. Let us be filled with that love. ആ സ്നേഹത്താൽ നമുക്ക് നിറയപ്പെടാം. Hallelujah, 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 hallelujah. Lord, fill us with thy love, fill us with thy love, Lord, fill us with thy love, Lord. Many times we murmur, Lord, we complain, Lord, because of the lack of the love of God. Lord, this afternoon time, Lord, we understand, Lord, we realize, understand, Lord, we realize. Samudi Koja
My people, നിങ്ങൾ പ്രാപിച്ച രക്ഷയിൽ തൃപ്തിപ്പെട്ടിരിക്കാതെ do not be satisfied with the salvation that you have received. അനേക പരമാർത്ഥികളായ ജനം ഈ ദേശത്തുണ്ട്. നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്ത് എന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന എത്ര ജനം ഉള്ളത് ഈ മധ്യാഹ്ന സമയത്ത് എന്റെ ആത്മാവ് എന്റെ സഭയോട് ചോദിക്കുന്നു. There are sincere souls even in this land, but this afternoon time my spirit is asking you, how many of you are with spirit of intercession? With spirit of intercession, how many of you are interceding for the perishing souls of this land? അനേകർ സത്യമറിയാതെ നിത്യതീപ്പൊയ്കയിലേക്ക് പോകുമ്പോൾ സത്യത്തെ വെളിപ്പെടുത്തി തന്ന് എല്ലാ സഭയോ തോട്ടത്തിൽ നിങ്ങളെ ഞാൻ ആക്കി വച്ചിരിക്കുന്നത്. അനേക ആത്മാക്കളെ എന്നിലേക്ക് ആദായപ്പെടുത്തേണ്ടതിനത്രേ. Without knowing truth, many of the people are going to the eternal hellfire. But I have placed you in this garden, knowing truth, therefore that you may plead for the perishing souls. എന്റെ വചനങ്ങൾ ഓരോ ദിനവും നിറവേറിക്കൊണ്ടേയിരിക്കുന്നു. എങ്കിലോ ജാതികളുടെ നിന്ന് ഇനിയും അനേകർ എന്റെ രക്ഷയിലേക്ക് വരേണ്ടതായി ഉണ്ട്. Even these days, many of my words are getting fulfilled, but from the Gentiles, many are yet to come to this truth. നിങ്ങൾ എന്റെ സന്നിധിയിൽ രാവും പകലും അനേകർക്കായി രാവകൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ അനേകരെ രക്ഷിച്ച് എന്റെ സഭയോട് ഐക്യപ്പെടുത്തി ഈ വേലയെ വിശാലമാക്കി തരും. But if you shall pray day and night in my presence for the perishing souls, then I shall grant salvation unto them, and I shall add them also to this church, and I shall extend the boundaries of this church, says the Lord. ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഈ ലോകത്തിൽ എന്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം അനേകം യുവാക്കളെ യുവതികളെ ഞാനിതാ വിളിക്കുന്നു. എന്റെ വിളി കേട്ട് എന്റെ പിന്നാലെ വന്ന് എന്റെ വേല ചെയ്യുക എന്ന് സർവശക്തനായ ദൈവവരനെ ചെയ്യുന്നു. In order to perform my work of salvation in this world, behold, I am calling many youths unto this great ministry. Now leave everything and follow me and do this great ministry, thus says the Lord. My children, many of you are seated with double heart in my presence. I don't desire that. Make your heart in one union. I am expecting a heart with one accord from all of you. And from the prayer which you make from the heart with one accord, there shall come a revival. And that prayer with revival shall reach heaven. Oh my children, turn back from your double-minded heart. Make your heart to come into one accord. And bring revival in your prayers. And prepare yourselves for my coming.
The Lord whom liveth, I tell you. Praise the Lord, praise the Lord, praise the Lord, praise the Lord. For the anointing that God sent in our midst, shall we all praise God. കർത്താവ് നമ്മുടെ മധ്യേ അയച്ച അഭിഷേകത്തിനായി നമുക്ക് ചെന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Those who are in the spirit, one brother, one sister can pray. ആത്മാവ് ഹേമിക്കുന്ന ഒരു വിശ്വാസ സഹോദരനും സഹോദരിക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവിന്റെ അനാദി നിർണയ പ്രകാരം കർത്താവെ അവിടെവിടങ്ങളായിരുന്നു ഞങ്ങളെ കർത്താവ് തിരുസന്നിധിയിലേക്ക് കൂട്ടി വരുത്തിയിരിക്കുന്നതിന്റെ മഹാദയയ്ക്കും കരുണയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്ന നിന്റെ ദയയും കരുണയും ഒന്ന് മാത്രമെന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾ കർത്താവെ സമ്മതിക്കുന്നു. കർത്താവെ, നീ ഞങ്ങൾക്ക് ഇത്ര വലിയ രക്ഷ നൽകി തന്നുവല്ലോ. കർത്താവെ, ഏഴകളാകുന്ന ഞങ്ങളെ നീ ഇത്രത്തോളം കടാക്ഷിച്ചുവല്ലോ. കർത്താവെ, ജീവനുള്ള ദേശത്ത് കർത്താവ് വിശുദ്ധന്മാരുടെ ഐക്യതയിൽ കർത്താവെ നീ നിലനിർത്തിയിരിക്കുന്ന നിന്റെ എല്ലാ ദയയ്ക്കും കരുണയ്ക്കായി വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിനൊക്കെയും ഞങ്ങൾ കർത്താവെ യോഗ്യതയില്ലാത്തവരാകുന്നുവെങ്കിൽ തന്നെ കർത്താവെ നിന്റെ പുത്രനായ യേശു ക്രിസ്തു നിമിത്തം കർത്താവെ സകല നന്മകൾക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുക. നിന്റെ മഹാദയയ്ക്കായി വീണ്ടും ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവെ, ഇത് കർത്താവ് ധ്യാന സമയം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന സകല ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധങ്ങളായ പ്രയാസങ്ങളോട്, വിവിധങ്ങളായ ദുഃഖങ്ങളോട്, കർത്താവെ ഭാരങ്ങളോടുകൂടെ കർത്താവെ സ്തോത്രം സ്തോത്രം സന്നദ്ധനായ നിന്റെ സന്നിധിയിൽ ഓടി വന്നിരിക്കുന്ന നിന്റെ ജനത്തോട് നീ കടാക്ഷം കാണിക്കേണ്ടതിനായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കർത്താവെ, മനസ്സിലുള്ള ദൈവമേ, ഞങ്ങൾ എല്ലാവരോടും കർത്താവ് നീ ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹൃദയവുമായി കർത്താവ് ഞങ്ങളോട് ഇടപെടണമേ. ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളുള്ള സകല ഭാരങ്ങളെ നീക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ തെറ്റ് കണ്ടുകൊള്ളുവാൻ ഞങ്ങളോട് കരുണ കാണിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നേർവഴിയിൽ തന്നെ നടപ്പാൻ തക്കവണ്ണം നിന്റെ സിയോൻ സിംഹാസനത്തിൽ നിന്ന് നിന്റെ ദാസൻ മുഖാന്തരമായി ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് കർത്താവെ തിരുസന്നിധിയിൽ കർത്താവെ നീതിയുള്ളവരായി കർത്താവെ ഞങ്ങളുടെ കൈകൾ വെടിപ്പുള്ളവരായി കർത്താവെ ഹൃദയം നിർമ്മലതയോടുകൂടെ കർത്താവെ ഞങ്ങളുടെ ഈ ആത്മീയോട്ടത്തിൽ മുമ്പോട്ട് ഓടുവാൻ തക്കവണ്ണം ആവശ്യമായ ദൈവിക ആലോചനയും കർത്താവെ ഈ മധ്യാഹ്നവേള ഞങ്ങൾക്ക് നൽകി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാട്ടുകളിലൂടെയൊക്കെ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തിരുശബ്ദം ഞങ്ങളെ കേൾപ്പിച്ച് സന്തോഷത്തോടെ ഞങ്ങളെ മടക്കി അയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ വിധത്തിലും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന്റെ വരവിനായി ഞങ്ങൾ എല്ലാവരും ഒരുക്കും യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. धन्यवाद तारीफ करते प्रभु इस पवित्र दिन के मध्याह्न समय में प्रभु तेरे जुनी में आके आत्मा में सच्चाई में तेरी आराधना करने के लिए हमारे जीवन में दिया समय के लिए तारीफ करते प्रभु जी। पिछले दिनों में तो हमारे लिए भला कर रहा प्रभु, हमारे रह की जरूरतों को पूरा करके दिया अपनी भूमि सारे आशीषों से प्रभु हमें भरपूर किया, इसलिए तेरे धन्यवाद तारीफ करते प्रभु। तेरे उजिरे में आके प्रभु जी आत्मा में सच्चाई में प्रभु जी हम आराधना करने के लिए मगन होने के लिए गीत गाकर मगन होने के लिए प्रभु तूने सहायता की, इसलिए तारीफ करते प्रभु जी। हमारे जीवन में जो कुछ है प्रभु जी तेरी दया तेरी करुणा है प्रभु, हर दिन तेरी दया में तेरी करुणा में तेरे प्रेम में बने रहने के लिए प्रभु तो सहायता करने के लिए प्रार्थना करते प्रभु। आए हुए को प्रभु तेरे उजिरे में समर्पण करते प्रभु जी। कई प्रकार की जरूरत के साथ बीमारी के साथ आवश्यकताओं के साथ आए प्रभु। अरे अपने अपने हृदय की अवस्था को जानने वाले परमेश्वर सबको छुटकारा देकर शांति देकर प्रभु खुशी से वापस जाने के लिए तो सहायता करने के लिए प्रार्थना करते प्रभु। तेरे प्रेम में बने रहने के लिए तो सहायता कर प्रभु। इस संसार के प्रेम और मलिनता से हमें संसार की मलिनता से हमें दूर करके प्रभु तेरे प्रेम में बने रहने के लिए प्रार्थना करते प्रभु। इस संसार और उसकी अभिलाषा मिट जाएगा, लेकिन तेरे मर्जी जो करेगा प्रभु वो सदा तक बने रह करके तेरे वचन के अनुसार प्रभु तेरे प्रेम में बने रहने के लिए तो सहायता करने के लिए प्रार्थना करते प्रभु। जीवित गवाहों को हमारे बीच में खड़ा कर प्रभु, जीवित गवाहों के द्वारा प्रभु तेरा महिमा करने के लिए तो सहायता कर। जो गवाही सुनते प्रभु जिनके आत्मीय जीवन में विश्वास बढ़ने के लिए तो सहायता कर प्रभु। प्रभु स्वर्ग के सिंहासन से तो हमसे बात कर प्रभु। तेरे वचन को प्रभु हमें प्रकट करके दे दे, में छिपे हुए भेदों को तो प्रकट करके दे दे प्रभु। जो वचन हम सुनते ग्रहण करते प्रभु हमारे न्याय के लिए हमारे ठोकर के लिए कारण ना होने दे प्रभु। तेरे वचन हम सुन के ग्रहण करके 100 गुना प्रतिफल देने वाले होकर प्रभु तो हमें बदलने के लिए प्रार्थना करते। तेरे दास को तेरे हाथ में समर्पण करते प्रभु जी। दुगुना अभिषेक दे के अनुग्रह कर आशीष करते। तेरे वचन अधिकार और ताकत के साथ प्रभु प्रस्ताव करने के लिए तो मदद करने के लिए प्रार्थना करते। मीटिंग के बाद में होने वाले संडे स्कूल सेवा को तो आशीष करते प्रभु जी। और संसार के चारों तरफ होने वाले सारे आराधना को तूने पूज उठा के चलाया प्रभु, आशीष किया। इसके साथ हमारे प्रार्थना को भी तूने आशीष किया करके प्रभु हम विश्वास करते प्रभु जी। सप्ताह पूरा मजे के साथ चला दे प्रभु। सप्ताह में होने वाले सारे कन्वेंशन मीटिंग स्पेशल मीटिंग आराधना सबको तो आशीष करके तेरे आगमन के लिए हमें हर एक को तैयार कर। प्रार्थना यीशु मसीह के नाम से मांगते सुनो और ग्रहण कर। Heavenly Father, we praise you and thank you, O God. Thank you for bringing us in the holy presence
helping us to remember all thy goodness in songs and worship you in spirit and truth, in fear and trembling, in the beauty of holiness. We praise you and thank you, O God. Thank you for commanding the glorious presence in our midst from the beginning of this meeting till this very moment, O God. Thank you for coming down in our midst with all the glory and majesty, with all the heavenly blessings, exhorting us, anointing us, strengthening us, quickening us, filling our heart with the joy of the Holy Ghost. We praise you and thank you, O God, for the loving kindness, for the wonderful Calvary's love, for the grace and mercies, for all the goodness. We praise you and thank you, O God. Thank you for blessing our service thus far. The rest of the time we commit into the mighty hand, O God. Praise the living testimonies, O God. Strengthen thy servant, anointing with a double portion of anointing to declare the word with full of power and authority, O Master. Prepare our heart to receive the word, O God. Let the word penetrate into our heart and bring forth much fruit in and through our life, and prepare the whole congregation for the soon return. We give all glory, honor, and praise unto the name. In Jesus' name we ask thee, Father. Amen. Hallelujah. Shall we all praise God? നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Regarding testimonies, when we tell a number, that those who testify in that number, that will be a blessing. സാക്ഷി പറയുവാൻ തക്കവണ്ണം ഒരു സംഖ്യ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യയിൽ നിങ്ങൾ ക്രമമായി അത് ചെയ്യുന്നുവെങ്കിൽ അതിനുള്ളിൽ നിന്ന് സാക്ഷി പറയുന്നുവെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. Praise be to God. ദൈവത്തിന് സ്തോത്രം. A condolence message we sent for Brother Don, funeral at the funeral, to be read at the funeral of Brother Don. I would like to read that. സഹോദരൻ ഡോൺ സഹോദരന്റെ സംസ്കാര ശുശ്രൂഷയിൽ അനുശോചന സന്ദേശം ഇവിടെ നിന്ന് അയക്കുവാൻ ഇടയായി. ആ സന്ദേശം ഇപ്പോൾ നിങ്ങളുടെ മധ്യേ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So, Brother Don, he went for ministry. His parents were in Muscat, and from there he came to Dubai during Pastor Sunday George time, and then from here he went to the ministry. സഹോദരൻ ഡോൺ സഹോദരന്റെ മാതാപിതാക്കൾ ഒമാനിലായിരുന്നുവല്ലോ, അതുകൊണ്ട് അവിടെ നിന്നാകുന്നു കർത്താവിന്റെ വേലയ്ക്കായി തന്നെ ഇറങ്ങിയത്. അന്ന് ഇവിടെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നത് പാസ്റ്റർ സണ്ണി ജോർജ് അവരുകളായിരുന്നു. അതുകൊണ്ട് തന്നെ മസ്കറ്റിൽ നിന്നും ദുബായിലേക്ക് കടന്നു വന്നതിന് ശേഷമാകുന്നു, ദുബായിൽ നിന്നാകുന്നു താൻ കർത്തൃവേലയ്ക്കായി തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം പുറപ്പെട്ടത്. Brother Don, he was a man who exemplified humility, obedience, and unwavering faith. താഴ്മയും അനുസരണവും മാത്രമല്ലാതെ ഇളകിപ്പോകാത്ത വിശ്വാസവും പ്രകടിപ്പിക്കുന്ന ഒരു പ്രിയ സഹോദരനായിരുന്നു ഡോൺ സഹോദരൻ. As we reflect on his journey, we are reminded of the verse in 2 Timothy chapter 4, verse 7. I fought a good fight, I finished the race, and kept the faith. തന്റെ ആത്മീയ യാത്രയെ ഓർമ്മിക്കുമ്പോൾ ഈ വചനം ഒത്തവണ്ണം തന്നെ ആയിരുന്നുവല്ലോ. ഞാൻ നല്ല പോർ പൊരുതു, ഞാൻ എന്റെ ഓട്ടത്തെ തികച്ചു, വിശ്വാസം കാത്തു. Brother Don was a man of great character. നല്ല സ്വഭാവ ഗുണമുള്ള ഒരു മാതൃകാ പുരുഷനായിരുന്നു ഡോൺ സഹോദരൻ. Despite completing his master's education in United States, a path that could have led him to worldly success, he chose instead to answer the heavenly calling and dedicate his life to the full-time ministry. തന്റെ ബിരുദാനന്ദ ബിരുദം താൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാകുന്നു, അവിടെയാകുന്നു താൻ ചെയ്തത് എങ്കിൽ തന്നെയും വേണമെങ്കിൽ ലോകത്തിലെ ജയത്തെ തേടിയുള്ള പാത തനിക്ക് തിരഞ്ഞെടുക്കാമായിരുന്നിട്ടും സ്വർഗീയമായ ആ വിളിയെ താൻ ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ സമയം പ്രതിഷ്ഠിക്കപ്പെട്ട വേലയ്ക്ക് വേണ്ടി തന്റെ ജീവിതത്തെ താൻ സമർപ്പിച്ചു. His heart was deeply compassionate for the truth. താൻ സത്യത്തിന് വേണ്ടി തന്റെ ഹൃദയം എപ്പോഴും എപ്പോഴും അതിനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. And he had a special burden for the youth, always seeking to guide and uplift them in their walk with the Lord. പ്രത്യേകിച്ച് തന്റെ യൗവനക്കാർക്ക് വേണ്ടി പ്രത്യേക ഒരു ഭാരം തന്റെ ഹൃദയത്തിൽ കാണപ്പെട്ടിരുന്നു. അവരെ ദൈവത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം, ദൈവത്തോടു കൂടെ നടത്തുവാൻ ഉത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണം തന്റെ ഹൃദയം ഏറെ വാഞ്ചിച്ചു. His obedience to the leaders and his commitment to standing firm in the faith never wavered, even in the face of challenges. താൻ അനേകവിധമായ പ്രതിസന്ധികൾ നേരിട്ട വേളയിലും നടത്തിപ്പുകാരോടുള്ള തന്റെ അനുസരണത്തിലും തനിക്ക് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസത്തിലും ഇളകാതെ തന്നെ ഉറച്ചു നിൽപ്പാൻ ദൈവം സഹായിച്ചു. Brother Don remained steadfast until the very end. അവസാനത്തോളം തന്നെ ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം സഹോദരൻ ഡോണിനെ കർത്താവ് സഹായിച്ചുവല്ലോ. So this afternoon in India, 2 p.m. the funeral service is conducted in the Kottarakara Center Faith Home. കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ വെച്ച് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തന്റെ സംസ്കാര ശുശ്രൂഷ ആരംഭിച്ചിരിക്കും. Praise be to God. ദൈവത്തിന് സ്തോത്രം.
So this week, weekly meeting schedule will be as usual. ഈ ആഴ്ചയിലെ പ്രോഗ്രാമുകളൊക്കെയും സാധാരണ പോലെ തന്നെ ആയിരിക്കും. Wednesday Bible study, ബുധനാഴ്ച വേദപഠന ക്ലാസ് ഉണ്ടായിരിക്കും. Friday Sonapur prayer, Saturday fasting prayer, Saturday evening jumping meeting, Sunday morning and evening devotional service. വെള്ളിയാഴ്ച സോണാപൂരിൽ വെച്ച് സഹോദരന്മാരുടെ യോഗവും, ശനിയാഴ്ച രാവിലെ ഉപവാസ പ്രാർത്ഥനയും, വൈകുന്നേരം കാത്തിരിപ്പ് യോഗവും, ഞായറാഴ്ച രാവിലെ ഉച്ചതിരിഞ്ഞും സഭായോഗം ഉണ്ടായിരിക്കും. Chennai Convention announcement, God willing, Chennai Convention will be conducted from March 12 to March 16. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ മാർച്ച് മാസം 12-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ചെന്നൈയിലുള്ള ഇന്റർനാഷണൽ കൺവെൻഷൻ നടത്തപ്പെടും. Believers who require accommodation and transportation, please send the details to uae.ntc@gmail.com പങ്കെടുപ്പാൻ 9th February. പങ്കെടുപ്പാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളൊക്കെയും തന്നെ ഫെബ്രുവരി മാസം 9-ാം തീയതിക്ക് മുമ്പ് തന്നെ താമസ സൗകര്യം, അവിടെയുള്ള ഗതാഗത സൗകര്യം ആവശ്യമുള്ളവർ uae.ntc@gmail.com നിങ്ങളുടെ പേര് വിവരങ്ങൾ അയക്കണമേ. By mentioning the main subject as Chennai Convention 2025. ചെന്നൈ കൺവെൻഷൻ 2025 എന്ന സബ്ജക്റ്റിൽ നിങ്ങൾ ഹെഡ്ലൈനായി വെക്കണം. Praise be to God. ദൈവത്തിന് സ്തോത്രം. So we will sing the English song later, and then we will sing, God willing. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ പിന്നീട് നമുക്ക് ഇംഗ്ലീഷ് പാട്ട് പാടാം. So for our meditation, we will open our Bibles to the Gospel of John chapter 12 and verse 24 and verse 26. மெய்யாகவே மெய்யாகவே நான் உங்களுக்கு சொல்கிறேன், கோதுமை மணியானது நிலத்தில் விழுந்து சாகாவிட்டால் தனித்திருக்கும், செத்ததே ஆகில் மிகுந்த பலனை கொடுக்கும். ஒருவன் எனக்கு ஊழியம் செய்கிறவனானால் என்னை பின்பற்ற கடவன். நான் எங்கே இருக்கிறேனோ அங்கே என் ஊழியக்காரனும் இருப்பான். ஒருவன் எனக்கு ஊழியம் செய்தால் அவனை பிதாவானவர் கனம் பண்ணுவார். ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. Verily, verily, I say unto you, except a corn of wheat fall into the ground and die, it abideth alone, but if it die, it bringeth forth much fruit. He that loveth his life shall lose it, and he that hateth his life in this world shall keep it unto life eternal. If any man serve me, let him follow me, and where I am, there shall also my servant be. If any man serve me, him will my Father honor. Oh, praise be to God. കർത്താവിന് സ്തോത്രം. കർത്തൃക്ക് സ്തോത്രം. So we heard about the departure of Brother Don into glory. തേജസ്സിലേക്കുള്ള സഹോദരൻ ഡോൺ അവരുടെ പ്രവേശനത്തെ കുറിച്ച് നാം കേട്ടുവല്ലോ. மகிமைக்குள்ளாக பிரவேசித்த சகோதரன் டான் அவர்களை குறித்ததான செய்தியை நாம் கேட்டோம். So we will also meditate about the doing the will of God, how we have to do the will of God, and how we need more people to serve God in the coming days. ദൈവഹിതം എങ്ങനെ നാം ചെയ്യണമെന്നും വരുവാനുള്ള ദിനങ്ങളിൽ എപ്രകാരം ദൈവത്തിന്റെ പൂർണ്ണഹിതത്തെ ചെയ്യുവാൻ തക്കവണ്ണം അനേകം ആളുകളെ കർത്താവിന് ആവശ്യമെന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. நாம் எவ்விதமாக தெய்வ சித்தம் செய்ய வேண்டும் என்றும் வருகிற நாட்களிலே எவ்விதமாக தேவனை பின்பற்ற வேண்டும் என்றும் அந்த ஜனங்களை குறித்தும் நாம் இவ்விதமாய் சிந்திக்க போகிறோம். വരുന്ന നാட்களிൽ കർത്തരുടെ ഊഴിയം ചെയ്യുന്നതിന് അനേകർ ഇനി വരണം. So we need many people to serve God even in the coming days. വരുവാനുള്ള ദിനങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ അനേക ജനങ്ങളെ ആവശ്യമായിരിക്കുന്നു. வருகிற நாட்களிலும் கர்த்தருக்காக ஊழியம் செய்ய அநேக ஜனங்கள் நமக்கு தேவைப்படுகிறது. Praise be to God. ദൈവത്തിന്റെ സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். So we read in verse 24, it is written, verily, verily, I say unto you, Jesus said, except a corn of wheat fall into the ground and die, it abideth alone, but if it die, it bringeth forth much fruit. 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നവല്ലോ, യേശു പറയുകയാകുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണോ ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. 24வது வசனத்தில் கோதுமை மணியானது நிலத்தில் விழுந்து சாகாவிட்டால் தனித்திருக்கும், செத்ததே ஆகில் மிகுந்த பலனை கொடுக்கும். Praise be to God. ദൈവത്തിന്റെ സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். So we see that our life in this earth, when we live in this earth, it is there is no fruit at that time. നാം നോക്കുമ്പോൾ ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പോൾ നോക്കുമ്പോൾ ഒരു ഫലം കാണുന്നില്ല. நாம் பார்க்கும் பொழுது இந்த பூமியில் வாழ்ந்த அந்த நாட்களிலே நமக்கு பலன் இல்லை. There may be
fruit, but it will not be much fruit. അവിടെ ഫലമുണ്ടായാലും അധിക ഫലം നമുക്ക് ഒരുപക്ഷെ കാണുവാൻ സാധിക്കുന്നില്ല. ஒருவேளை அந்த கனிகள் இருந்திருக்கலாம், ஆகிலும் அதிக அந்த பலன் கனிகள் காணப்படவில்லை. But we see that when that corn of wheat falls to the ground and dies, എന്നാൽ നാം ഇവിടെ കാണുന്നുവല്ലോ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നു എങ്കിൽ, இங்கே பார்க்கிறோமே கோதுமை மணியானது நிலத்தில் விழுந்து செத்ததாகி, then it bringeth much fruit. എങ്കിൽ അത് വളരെ വിളവുണ്ടാകും. அப்பொழுது அது மிகுந்த பலனை கொடுக்கிறது. Otherwise it abideth alone. അല്ലായെങ്കിൽ അത് തനിയെ ഇരിക്കും, அல்லது அது தனித்து நிற்கும். Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். So this Jesus mentioned about those who serve God. ഇത് യേശു പറയുന്നത് കർത്താവിനെ ദൈവത്തെ സേവിക്കുന്നവരെ കുറിച്ചാകുന്നു. இந்த காரியம் கர்த்தரை சேவிக்கிறவர்களை குறித்து சொல்லப்படுகிறது. So those who serve God, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവർ, தேவனுக்கு ஊழியம் செய்கிறவர்கள், we see that their end is very precious. അവരുടെ അവസാനം വിലയേറിയപ്പെട്ടതെന്ന് നാം കാണുന്നു. அவருடைய முடிவு விலையேறப்பெற்றதாயிருக்கும். When they fall to the ground and when they die, that they are bringing much fruit. അവർ നിലത്ത് വീണ് ചാകുമ്പോൾ അധികമായ വളരെ വിളവ് അവർ കൊണ്ടുവരുന്നു. அவர்கள் நிலத்தில் விழுந்து செத்த பிறகு அதிக பலனை அவர்கள் கொடுக்கிறார். Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். We all with a purpose we have come into this earth. നാം എല്ലാവരും ഉദ്ദേശത്തോടു കൂടിയാകുന്നുവല്ലോ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. நாம் எல்லாரும் ஒரு நோக்கத்தோடு கூட இந்த பூமிக்கு வந்திருக்கிறோம். We have not simply come into this world to enjoy this world and to die and just go to nothing. നാം ഈ ലോകത്തിൽ വന്ന് ലോകത്തെ ആസ്വദിച്ച് മരിച്ച് ഏതെങ്കിലും ഒന്നുമില്ലാത്തയിടത്ത് പോകുവാൻ തക്കവണ്ണം ആകസ്മികമായി വന്നവരല്ലല്ലോ നാം. நாம் இந்த உலகத்திற்கு வந்து ஏதோ ஜீவித்து இந்த உலகத்தை அனுபவித்து ஒன்றுமில்லாத இடத்துக்கு போக நாம் வரவில்லை. The Bible speaks of a heaven and a hell. തിരുവചനം നമ്മോട് സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുന്നു. வேதவசனம் சொர்க்கத்தை குறித்தும் நரகத்தை குறித்தும் சொல்லுகிறது. So the word of God speaks that we should do the will of God and we should go to heaven. തിരുവചനം നമ്മോട് പറയുന്നത് നാം ദൈവത്തിന്റെ പൂർണ്ണ ഹിതം ചെയ്ത് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം. வேதவசனம் விதமாய் சொல்லுகிறது நாம் தெய்வ சித்தம் செய்து நாம் பரலோகத்தில் பிரவேசிக்க வேண்டும். The best will of God is to serve God. ദൈവത്തിന്റെ ഏറ്റവും ഉത്തമമായ ദൈവേഷ്ട എന്ന് പറയുന്നത് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക എന്ന് തന്നെയാകുന്നു. தெய்வ சித்தம் செய்வதிலே ஒரு மேன்மையானது தேவனுக்கு ஊழியம் செய்வது. Praise be to God. ദൈവത്തിന് സ്തോത്രം. So whatever we do on this earth, however we live on this earth, നാം ഈ ലോകത്തിൽ എന്ത് ചെയ്താലും ഈ ലോകത്തിൽ എങ്ങനെയെല്ലാം ജീവിച്ചാലും நாம் இந்த பூமியில என்ன செய்தாலும் அல்லது எவ்விதமாய் ஜீவித்தாலும் finally when we fall to the ground and die, that is most important time. ഒടുവിലായി നാം നിലത്ത് വീണ് ചാകുന്ന നേരമാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം. கடைசியிலே நாம் இந்த பூமியில் விழுந்து மரிக்கிறோமே அதுதான் ஒரு முக்கியமான நேரம். Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். How we fall to the ground and die, that is most important. നാം എങ്ങനെ നിലത്ത് വീണ് മരിക്കുന്നു അതാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. நாம் எவ்விதமாக நிலத்தில் விழுந்து மரிக்கிறோம் என்பது மிக முக்கியமான ஒரு காரியம். We need a proper, those who live, those who serve God and do the will of God, we see they have the best end in their lives. ദൈവത്തിന്റെ ഹിതം ചെയ്ത് ദൈവത്തിന്റെ പൂർണ്ണ ഹിതം ചെയ്തുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നവർക്കാകുന്നു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അന്ത്യം ഉള്ളതെന്ന് നാം കാണുന്നു. தேவனை சேவிக்கிறவர்களும் தேவ சித்தம் செய்கிறவர்களும் அப்படிப்பட்டவர்களுக்கு அவர்கள் அந்த கடைசியிலே அந்த விழுந்து மரிக்கிறது மிகவும் அருமையாய் காணப்படுகிறது. Those who serve God and those who do the will of God, ദൈവത്തെ സേവിക്കുകയും ദൈവത്തിന്റെ പൂർണ്ണ ഹിതം ചെയ്യുകയും ചെയ്യുന്നവർ, தேவனை சேவை செய்கிறவர்களும் தேவனுக்கு பூர்ண சித்தம் செய்கிறவர்களும், their life is very important, very precious. Their life is very precious. അവരുടെ ജീവിതം ജീവൻ വളരെ വിലയേറിയപ്പെട്ടതാകും. அவருடைய வாழ்க்கை மிகவும் ஒரு விலையேறப்பெற்றதாயிருக்கும். The life is in the blood. ജീവൻ രക്തത്തിലാകുന്നുവല്ലോ ഉള്ളത്. ரத்தத்தில் ஜீவன் இருக்கிறது. When we read Leviticus chapter 17 and verse 11, ലേവ്യ പുസ്തകം 17:11. 17-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം നാം വായിക്കുമ്പോൾ ലേവിയരാഗം 17-ാമത് അധികാരം 11-ാമത് വചനത്തിൽ The first line we read, അതിന്റെ ആദ്യ ഭാഗത്ത് ഒന്നാമത്തെ വരിയിൽ നാം ഇങ്ങനെ വായിക്കുന്നു. அதன் முதல் பாகத்தில் நாம் வாசிக்கும் பொழுது മാംസത്തിൻ ഉയിർ രക്തത്തിൽ ഇരിക്കുന്നത്. yes, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. For the life of the flesh is in the blood. the life is in the blood.
ജീവൻ രക്തത്തിലാകുന്നു ഇരിക്കുന്നത്. உயிர் ரத்தத்தில் இருக்கிறது. Oh, praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு Oh, ஸ்தோத்திரம். the best life was the life of Jesus. ഏറ്റവും ശ്രേഷ്ഠമായ ജീവൻ എന്ന് പറയുന്നത് യേശുവിന്റെ ജീവൻ തന്നെയായിരുന്നു. ஒரு மேன்மையான ஒரு அற்புதமான உயிர் என்பது இயேசுவின் உயிராயிருக்கிறது. Oh, therefore the best blood was the blood of Jesus. അതുകൊണ്ട് തന്നെയാകുന്നു ഏറ്റവും ഉത്തമമായ രക്തം യേശുവിന്റെ രക്തമായി കാണപ്പെടുന്നത്. ஆகியால் மிகவும் மேன்மையான ஒரு ரத்தம் இயேசு கிறிஸ்துவின் ரத்தமாய். Jesus lived the best life. യേശു ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം നയിച്ചു. இயேசு கிறிஸ்து ஒரு நல்ல மேன்மையான ஒரு ஜீவிதத்தை ஜீவித்தார். Therefore that life was in his blood, and that his blood is the best blood in this whole universe. അവന്റെ ജീവൻ യേശുവിന്റെ രക്തത്തിൽ കാണപ്പെട്ടത് കൊണ്ട് തന്നെ മുഴുവൻ അഖിലാണ്ടത്തിലും യേശുവിന്റെ രക്തം ഏറ്റവും ശ്രേഷ്ഠമായ രക്തമായി കാണപ്പെടുന്നു. ஆகையால் அவருடைய ஜீவன் அந்த ரத்தத்தில் இருந்தபடியினாலே அது இந்த உலகத்திலே மிக மேன்மையான அற்புதமான ஒரு ரத்தமாய் காணப்படுகிறது. Jesus said, that is my meat is to do the will of God and to finish his work. യേശു തന്നെ പറഞ്ഞുവല്ലോ, ദൈവഹിതം ചെയ്ത് തികയ്ക്കുന്നതാകുന്നു, ദൈവേഷ്ടം ചെയ്ത് തികയ്ക്കുന്നത് തന്നെയാകുന്നു എന്റെ ആഹാരം. இயேசு கிறிஸ்து விதமாய் சொன்னார், என் பிதாவின் சித்தத்தை செய்து முடிப்பதே எனக்கு ஒரு போஜனமாய் இருக்கிறது. Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். And he did the perfect will of God and he finished the work which was given to him by the heavenly Father. അവൻ പിതാവായ ദൈവം തനിക്ക് ഏൽപ്പിച്ച പ്രവൃത്തി അവന്റെ പൂർണ്ണഹിതം ചെയ്തു എന്ന് മാത്രമല്ല തികയ്ക്കുകയും ചെയ്തു. அவர் பரலோகத்தில் இருக்கிற பிதாவானவர் அவருக்கு கொடுத்த அந்த பூரணமான அந்த சித்தத்தை நிறைவேற்றி முடித்தார். Finally there was a time for Jesus also to fall to the ground and die like the corn of wheat. There was a time for him also. ഒടുവിലായി നാം നോക്കുമ്പോൾ യേശുവിനും ഗോതമ്പ് മണി നിലത്ത് വീട് ചാകുന്നത് പോലെയുള്ള അനുഭവം യേശുവിനും ഉണ്ടായി. நாம் இயேசு கிறிஸ்துவை பார்க்கும் பொழுது கடைசியிலே எவ்விதமாக அந்த கோதுமை மணி விழுந்து மரித்து செத்தது அதுபோல அனுபவம் அவருக்கும் காணப்பட்டது. Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். Right from the Garden of Gethsemane till Golgotha, we see that even he had to go through severe afflictions and blood was coming out of his body. ഗെത്സമന മുതൽ ഗോൽഗോഥ വരെ നാം നോക്കുമ്പോൾ അവന് നിരവധിയായ ഉപദ്രവങ്ങൾ, പീഡകൾ വാങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല അവന്റെ ശരീരം ആസകലം മുറിവേറ്റും അതിൽ നിന്നും രക്തം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നതായി നാം കാണുന്നു. அந்த கெத்செமனேயில இருந்து அந்த கல்வாரி மலை வரைக்கும் அவர் போகிற எல்லா வழிகளிலும் அவர் பயங்கரமான உபத்திரவனாலே அவர் அடிக்கப்பட்டு அவர் சரீரத்திலிருந்து ரத்தம் வெளியே புறப்பட்டு வந்தது. Jesus body was broken. യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടു. യേശു ക്രിസ്തുവിൻ ശരീരം അത് ഉടയ്ക്കപ്പെട്ടു. And his blood, we read that his blood was falling to the ground. അവന്റെ രക്തം നിലത്ത് വീണു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുവല്ലോ. അവരുടെ രക്തം നിലത്തിൽ സിന്തപ്പെട്ടു. Praise be to God. ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. When we read Hebrews chapter 10 and verse 20, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ 20-ാം വാക്യം നാം വായിക്കുമ്പോൾ എബ്രായർ 10-ാം അധ്യായം 20-ാം വചനം அந்த மார்க்கத்தின் வழியாய் பிரவேசிப்பதற்கு அவருடைய இரத்தத்தினாலே நமக்கு தைரியம் உண்டாயிருக்கிறபடினாலும் നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. so here it is mentioned about the veil, that is his flesh. ഇവിടെ ദേഹം എന്ന തിരശീല എന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ. இங்கே மார்க்கத்தின் வழியாய் பிரவேசிப்பது என்று சொல்லப்பட்டிருக்கிறது. The veil, his flesh, it was a rent. അവിടെ ഇവിടെ തിരശീലയ്ക്ക് പറഞ്ഞിരിക്കുന്നു, അത് ദേഹം എന്ന തിരശീലയാകുന്നു, അത് രണ്ടായി പിളർക്കപ്പെട്ടു. இங்கே ஒரு மார்க்கத்தின் வழி என்று சொல்லப்பட்டிருக்கிறது, அது அவருடைய சரீரமாய் இருக்கிறது, அது இரண்டாய் கிழிக்கப்பட்டது. Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். As long as Jesus was on this earth, he was doing the will of God and his life was very precious. യേശു ഈ ഭൂമിയിലായിരുന്നിടത്തോളം കാലം പിതാവിന്റെ പൂർണ്ണഹിതം അവൻ ചെയ്തു. അതുകൊണ്ട് തന്നെ അവന്റെ ജീവൻ ഏറ്റവും വിലയേറിയപ്പെട്ടതായിരുന്നു. இயேசு கிறிஸ்து இந்த பூமியில் இருந்த நாட்களில் பிதாவின் பூரண சித்தம் செய்தார். ஆகவே அவருடைய வாழ்க்கை மிகவும் விலையேறப்பட்டதாயிருந்தது. Therefore his blood was very precious. അതുകൊണ്ട് തന്നെ അവന്റെ രക്തവും ഏറ്റവും വിലയേറിയപ്പെട്ടതായി മാറി. ஆகையால் அவருடைய ரத்தம் மிகவும் விலையேறப்பட்டதாய் மாறிற்று. Therefore we see that the heavenly Father bruised him and made his blood to come out of his body. അതുകൊണ്ട് നാം കാണുന്നല്ലോ, സ്വർഗീയ പിതാവ് അവനെ തകർത്ത് അവന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന രക്തം പുറത്തു വരുവാൻ തക്കവണ്ണം ഇടയാക്കി. ஆகையால் நாம் பார்க்கிறோமே, பிதாவாகிய தேவன் இயேசு கிறிஸ்துவின் சரீரத்தை அவர் தகர்த்து முற்றிலுமாய் உடைத்து அதிலிருந்து ரத்தம் வெளியே புறப்பட்டது. He made the blood
to come out of his body and fall into the ground. ആ ശരീരത്തിൽ നിന്നും അവന്റെ രക്തം പുറപ്പെട്ട് നിലത്ത് വീഴുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഇടയാക്കി. அவருடைய சரீரம் தகர்க்கப்பட்டு அந்த சரீரத்திலிருந்து ரத்தம் பூமியில சிந்தப்படும்படியாய் பிதாவாகிய தேவன் That is what we read in Isaiah chapter 53 and verse 10. അതാകുന്നു യെശയ്യാ പ്രവാചക പുസ്തകം 53-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. அதுதான் യേശയ്യാ 53-ാவது அதிகாரம் 10வது வசனத்தில் It பார்க்கிறோம். pleased the Lord to bruise him. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന് നാം കാണുന്നു. அவரை தகர்க்கும்படியாக பிதாவுக்கு சித்தமாயிருந்தது. Oh, praise be to God. ദൈവത്തിന് സ്തോത്രം. So the heavenly Father bruised him and made his blood to fall into the ground. സ്വർഗീയ പിതാവ് യേശുവിനെ അവന്റെ ശരീരത്തെ തകർത്ത് അവനുണ്ടായിരുന്ന രക്തം പുറത്തു വരുവാൻ ഇടയാക്കി. இவ்விதமாக பிதாவாகிய தேவன் இயேசு கிறிஸ்துவின் சரீரத்தை நொறுக்கி அவருடைய சரீரத்திலிருந்து ரத்தம் வெளியே வர அவர் செய்தார். Even we see that when Jesus was doing ministry on this earth also, നാം കാണുന്നുവല്ലോ ഭൂമിയിൽ യേശു തന്റെ ശുശ്രൂഷ ചെയ്യവേ நாம் பார்க்கிறோம் இயேசு கிறிஸ்து இந்த பூமியில் ஊழியம் செய்து கொண்டிருந்தபோது his life was going out of his body. അവന്റെ ജീവൻ ക്രമേണയായി തന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടേയിരുന്നു. அவருடைய ஜீவன் தன்னுடைய சரீரத்திலிருந்து வெளியாகி கொண்டே இருந்தது. How does that happen? അത് എങ്ങനെ സംഭവിച്ചു? அது எவ்விதமாய் சம்பவித்தது? When we read Luke chapter 22, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 22-ാவது அதிகாரത്തിൽ Luke chapter 22 and when we read verse 44, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം നാം വായിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 22-ാவது அதிகாரம் 44-வது വചനത്തിൽ அவர் மிகவும் வியாகுலப்பட்டு அதிக ஊக்கத்தோட ஜெபம் பண்ணினார். அவருடைய வேர்வை ரத்தத்தின் பெருந்துளிகளாய் தரையிலே விழுந்தது. his sweat was as if great drops of blood falling to the ground. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവരുടെ വേർവൈ രക്തത്തിൻ പെരുന്തുള്ളിയായി തറയിലെ വീഴുന്നത്. Praise be to God. ദൈവത്തിന് സ്തോത്രം. So his blood, we see that it is written, his sweat was as if great drops of blood falling to the ground. ഇവിടെ നാം വായിക്കുന്നുവല്ലോ യേശുവിന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്ന്. ഇങ്ങനെ നാം വാസിக்கிறோம் അവരുടെ വേർവൈ രക്തത്തിൻ പെരുന്തുള്ളിയായി തറയിലെ വീഴുന്നു. Sweat comes from out of the blood. വിയർപ്പ് രക്തത്തിൽ നിന്നാകുന്നു പുറപ്പെട്ട് കടന്നു വരുന്നത്. அந்த രക്തത്തിലിருந்து அந்த വേർവൈ സിന്തപ്പെട്ടത്. So that sweat is a part of a blood. അതുകൊണ്ട് വിയർപ്പ് എന്ന് പറയുമ്പോൾ രക്തത്തിന്റെ ഒരു അംശമാകുന്നു. ആകയാൽ அந்த വേർവൈ என்பது அந்த രക്തത്തിൻ പങ്കായിരിക്കുന്നു. So even before he was bruised, we see that his sweat was falling to the ground as great drops of blood. അതുകൊണ്ട് യേശു തകർക്കപ്പെടുന്നതിന് മുൻപ് തന്നെ യേശുവിന്റെ വിയർപ്പ് വലിയ ചോരത്തുള്ളി പോലെ നിലത്ത് വീഴുന്നതായും നാം ഇവിടെ കാണുന്നു. ആകയാൽ യേശു ക്രിസ്തു നൊറുക്കപ്പെടുவதற்கு മുൻപാகவே അവരുടെ വേർവൈ ശരീരത്തിലിருந்து രക്തமாக സിന്തപ്പെട്ടது. Praise be to God. ദൈവത്തിന് സ്തോത്രം. Then from the time he was scourged, അവൻ ചാട്ടവാറിനാൽ അടിക്കപ്പെട്ട ആ നിമിഷം മുതൽ അവർ സാട്ടയിനാൽ അടിക്കപ്പെട്ട அந்த നിമിഷത്തിലിருந்து that is when we read Matthew chapter 27 and verse 26. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം നാം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 27-ാவது அதிகாரம் 26-வது വചനത്തിൽ அப்பொழுது அவன் பரபாசை அவர்களுக்கு விடுதலையாக்கி இயேசுவையோ வாரினால் அடிப்பித்து சிலுவையில் அறையும்படிக்கு ஒப்புக் கொடுத்தான். അങ്ങനെ അവൻ ബരബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു. Then released he Barabbas unto them, and when he had scourged Jesus, he delivered him to be crucified. So Jesus was scourged with a whip of 9 tails. അതിന്റെ അറ്റത്ത് 9 ആണികളുള്ള ഒരു ചമ്മട്ടി കൊണ്ടാകുന്നു യേശുവിനെ അവർ അടിച്ചത്. அவர்கள் இயேசு கிறிஸ்துவை அந்த 9 பற்களுள்ள அந்த வாரினாலே அவரை அடிப்பித்தார். From that point, ആ പ്രത്യേക സന്ദർഭം മുതൽ அந்த நிமிடத்திலிருந்து till his death on the cross, we see we read the last drop of his blood also came out. കാൽവരി ക്രൂശിൽ ഉള്ള തന്റെ മരണത്തോളം തന്നെ നാം വായിക്കുന്നത് അവസാന തുള്ളി രക്തം പോലും പുറത്തു വന്നു എന്നാകുന്നുവല്ലോ. அவருடைய கல்வாரி சிலுவையின் அந்த மரணம் வரைக்கும் அவருடைய சரீரத்திலிருந்து எல்லாவிதமான ரத்தமும் சிந்தப்பட்டது. That last drop of blood came out. അവസാന തുള്ളി രക്തവും പുറത്തു കടന്നു വന്നു. அவருடைய கடைசி சொட்டு ரத்தமும் வெளியே புறப்பட்டது. When we read John chapter 19 and verse 34, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യം നാം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 19-ാவது அதிகாரம் 34-வது വചനത്തിൽ ஆகிலும் போர் சேவகரில் ஒருவன் ஈட்டியினாலே அவருடைய விலாவில் குத்தினான். உடனே ரத்தமும் தண்ணீரும் புறப்பட்டது.
And but one of the soldiers with a spear pierced his side, and forthwith came therefore out blood and water. So he was scourged, and the blood came out. Then he was crowned with a crown of thorns. The blood came out. Then his hand was pierced with nails. Blood came out from there. And finally, we see on the cross, after his death, when the soldier pierced his side, the last drop of blood came out. നാം കാണുന്നുവല്ലോ, അവർ ചാട്ടവാറ് കൊണ്ട് അടിച്ചപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം പുറപ്പെട്ടു വന്നു. പിന്നീട് അവർ മുള്ളുകൊണ്ടുള്ള കിരീടം അവന്റെ ശിരസിന്മേൽ അവർ വെച്ച് അടിച്ചു. അപ്പോഴും രക്തം പുറപ്പെട്ടു വന്നു. പിന്നീട് നാം നോക്കുമ്പോൾ അവന്റെ കൈകളിലും കാലുകളിലും അവർ ആണി തറച്ചു. അപ്പോഴും രക്തം പുറപ്പെട്ടു വന്നു. ഇവിടെ നാം കാണുന്നുവല്ലോ, അവസാനത്തിൽ விலாப்பரத்தை அவர் குந்தம் கொண்ட குத்தி അങ്ങനെ அவசான துளி ரத்தமும் புறப்பட்டு வரும். நாம் இவ்விதமாக பார்க்கிறோமே, அவரை சாட்டையினாலே அவர்கள் அடித்த பொழுது அவருடைய சரீரத்திலிருந்து ரத்தம் புறப்பட்டது. அவரை சிலுவையிலே அவர்கள் அந்த முள்கிரீடத்தினாலே வைத்த பொழுது அவர்களுக்கு ரத்தம், அவருடைய சரீரத்திலிருந்து ரத்தம் புறப்பட்டது. அவருடைய இரு கைகளிலும் ஆணிகள் அடிக்கப்பட்ட போது ரத்தம் புறப்பட்டது. கடைசியாக அந்த போர் சேவகரில் ஒருவன் ஈட்டினாலே அவருடைய விலாவிலே குத்தின உடனே ரத்தமும் தண்ணீரும் புறப்பட்டு வந்தது. So that blood, we see the blood, all that blood fell to the ground right from the scourging point to through the streets of Jerusalem and to the point of Golgotha. അതുകൊണ്ട് നാം ഇവിടെ കാണുന്ന വിഷയം, അവൻ ചമ്മട്ടി കൊണ്ട് അടി ഏറ്റ നിമിഷം മുതൽ തന്നെ അവന്റെ രക്തം ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു. മാത്രമല്ല യെരുശലേം വീഥികളിലൊക്കെയും അത് ധാരധാരയായി ഒഴുകി அவசான துளி ரத்தம் வரையும் அது நிலத்து வீணதாய் நாம் ഇവിടെ കാണുന്നു. நாம் பார்க்கிறோமே, அவர் வாரினால் அடிக்கப்பட்ட அந்த இடத்திலிருந்து ரத்தம் இவ்விதமாக சிந்தப்பட்டது. எருசலேம் அந்த வீதி வழியாக முழுவதும் ரத்தம் சிந்தப்பட்டது. கடைசியாக அவர் சிலுவையிலே அந்த அடிக்கப்பட்ட அந்த நேரத்திலும் அவருடைய ரத்தம் முழுவதும் முற்றிலும் சிந்தப்பட்டு விட்டது. Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். So we see as a corn of wheat falls to the ground and dies, in the same way the blood of Jesus, his life was falling to the ground, and it was falling to the ground. ഗോതമ്പ് മണി നിലത്ത് ചാവുന്നു എന്ന് നാം മുൻപേ വായിച്ചുള്ളൂ. അത് പ്രകാരം തന്നെ യേശുവിന്റെ ജീവനും രക്തവും അത് നിലത്ത് വീടുകൊണ്ടേയിരുന്നു എന്ന് നാം ഇവിടെ കണ്ടു. நாம் கோதுமை மணியானது நிலத்தில் விழுந்து செத்தது என்று பார்த்தோமே, அவ்விதமாக இயேசு கிறிஸ்துவின் அவருடைய முழு வாழ்க்கையும் அவருடைய ஜீவனும் அவருடைய ரத்தமும் இந்த நிலத்தில் விழுந்து அது மரித்தது. So we see that as his blood, his life was falling to the ground, the death was working in his life more and more. അവന്റെ ജീവനായ അവന്റെ രക്തം നിലത്ത് വീടുകൊണ്ടിരുന്നപ്പോൾ മരണം അവന്റെ ജീവിതത്തിൽ ശക്തിയായി പ്രവർത്തിച്ചു എന്നും നാം കാണുന്നു. அவருடைய ஜீவனாகிய அந்த ரத்தம் இந்த பூமியில் அதிகமாய் சிந்திக் கொண்டிருக்கும் பொழுதுதானே அந்த மரணத்தின் வல்லமை அதிகமாய் பெருகிக் கொண்டே இருந்தது. Praise be to God. ദൈവത്തിന് സ്തോത്രം. Finally there came a point of time when he lost all his blood, and we see that time he even died on that cross. ഒടുവിലായി നാം കാണുന്നുവല്ലോ, അവന്റെ അവസാന തുള്ളി രക്തം പോലും ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവൻ ക്രൂശിൽ മരിച്ചു. நாம் பார்க்கிறோமே, கடைசியாக அவருடைய சரீரத்திலிருந்து எல்லா ரத்தமும் சிந்தப்பட்டு அவர் சிலுவையிலே மரித்தார். So he was serving God. അവൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. அவர் தேவனுக்கு ஊழியம் செய்கிறார். And at the end of his life, അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ வாழ்க்கையின் கடைசி his blood fell to the ground, his life was falling to the ground, and finally he died. അവന്റെ ജീവൻ, അവന്റെ രക്തം നിലത്ത് വീടുകൊണ്ടേയിരുന്നു. ഒടുവിലായി അവൻ മരിക്കുകയും ചെയ്തു. அவருடைய அந்த ரத்தம், அந்த ஜீவன் நிலத்திலே விழுந்து கடைசியாக அவர் மரித்து விட்டார். As he said, except a corn of wheat falls to the ground and dies, we see when it falls to the ground and dies, it bringeth much fruit. അവൻ തന്നെ തിരുവായി മൊഴിഞ്ഞുവല്ലോ, ഒരു ഗോതമ്പ് മണി നിലത്ത് ചാവുന്നു എങ്കിൽ വളരെ വിളവ് ഉണ്ടാക്കുമെന്ന്. அவர்தாமே விதமாய் சொன்னாரே, கோதுமை மணியானது நிலத்தில் விழுந்து சாகுமையானில் அது மிகுந்த பலனை கொடுக்கும். Because of his great sacrifice, today we see millions and billions of people are receiving that life. അവന്റെ വലിയ ത്യാഗം നിമിത്തം തന്നെ ഇന്ന് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ തന്നെ ആ രക്ഷ കരസ്ഥമാക്കുന്നു. அவருடைய விலையேற பெற்ற இந்த தியாகத்தின் நிமித்தம் இந்த உலகத்திலே பார்க்கிறோமே, கோடிக்கணக்கான லட்சக்கணக்கான ஜனங்கள் அந்த ரட்சிப்பை பெற்றுக் கொள்கிறார்கள். Hallelujah! Praise be to God. ദൈവത്തിന് സ്തോത്രം. Yes, because he fell to the ground, his drops of blood
his life was falling to the ground, and finally he died. We see millions and billions of people. We can see such a great fruit. അവന്റെ ജീവനായ രക്തം നിലത്ത് വീണുകൊണ്ടേയിരുന്നു. അവസാനം അവൻ മരിക്കുകയും ചെയ്തു. അങ്ങനെ ആയതിനാൽ തന്നെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ രക്ഷിക്കപ്പെടുന്ന ആ വളരെ വിളവ് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. அவருக்குள்ளாக இருந்த அந்த ஜீவனாகிய அந்த ரத்தம் நாளுக்கு நாள் இந்த பூமிக்குள்ளே விழுந்து மரித்தபடினாலே இன்று கோடிக்கணக்கான ஜனங்கள் இந்த ரட்சிப்பின் அனுபவத்தை பெற்றுக்கொண்டார்கள். We see freedom fighters, they also give their blood and they also shed their blood and they get freedom for their country. സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവരെ നാം നോക്കുമ്പോൾ അവർ പോരാടിക്കൊണ്ട് അവരുടെ ശരീരത്തിലുള്ള രക്തം ചിന്തിയാകുന്നു ഒരു രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്. விதமாக தங்களுடைய உரிமைக்காய் போராடுகிறவர்களும் அவர்கள் தாமே தங்களுடைய சரீரத்திலிருந்து விதமாக ரத்தத்தை சிந்தி அவர்களுக்கு வேண்டிய அந்த உரிமையை பெற்றுக்கொள்கிறார்கள். They are able to give eternal, they are able to give freedom for the country, but they cannot give freedom, that they cannot give eternal life to the people. അവർക്ക് ഒരുപക്ഷെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിഞ്ഞേക്കും, എങ്കിൽ തന്നെയും ജനങ്ങൾക്ക് നിത്യ ജീവൻ നൽകുവാൻ അവർക്ക് ഒരിക്കലും കഴിയുകയില്ല. அவர்களுக்கு ஒருவேளை அவர்களுக்கு அந்த உரிமை அந்த தேசத்திலே அந்த சுதந்திரத்தை பெற்றுக்கொள்ள முடியும், ஆகிலும் அவர்களுக்கு நித்திய ஜீவனை கொடுக்க முடியாது. But Jesus, he gave his life not for one country, two country, but he gave his life for the whole earth. That is, he gave his life for all the countries, all the people. He gave his life, and not only just freedom on this earth, but he gave them freedom. That is, he gave them eternal life. യേശു ഒരു രാജ്യത്തിനോ രണ്ട് രാജ്യത്തിനു വേണ്ടി മാത്രമല്ലല്ലോ ഈ സ്വാതന്ത്ര്യം നൽകി കൊടുത്തത്, എന്നാൽ സകല ജാതികൾ ഉൾപ്പെട്ടിരിക്കുന്ന സകല മാനവരാശിക്കും വേണ്ടി തന്നെ സകലർക്കും അവൻ ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല നിത്യ ജീവൻ വരെ അവന്റെ രക്തം മുഖാന്തരമായി അവൻ കൊടുത്തു. இயேசு கிறிஸ்து ஒரு ராஜ்யத்திற்கு அல்லது இரண்டு ராஜ்யத்திற்கு அல்ல, இந்த உலகத்தில் இருக்கிற ஒட்டுமொத்த இந்த ராஜ்யங்களுக்கும் அவர்தாமே அவர் சுதந்திரத்தை கொடுத்தது மாத்திரமல்ல, நித்திய ஜீவனுக்காகவும் தன்னை ஒப்பு கொடுத்தார். Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். So beloved ones, therefore the end of Jesus was very important. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിന്റെ അവസാനം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാകുന്നു. ஆகியால் இயேசு கிறிஸ்துவின் அந்த கடைசி என்பது மிக முக்கியம். His end was very important. അവന്റെ അവസാനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ. அவருடைய கடைசி என்பது மிக முக்கியம். Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். Beloved ones, therefore we also give more importance for the funeral service. അതുകൊണ്ടാകുന്നു നാമും സംസ്കാര ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നത്. ஆகியால் நாமும் கூட அடக்க ஆராதனைக்கு அதிக முக்கியத்துவம் கொடுக்கிறோம். When a person does the will of God and finally ends the life, അവൻ ഒരു വ്യക്തി ദൈവത്തിന്റെ പൂർണ്ണ ഹിതം ചെയ്തുകൊണ്ട് തന്നെ ജീവിതത്തിൽ അവസാനം പ്രാപിക്കുമ്പോൾ, ஒரு நபர் தேவனுக்குரிய பூரண சித்தத்தை செய்து கடைசியில் மரிக்கும் பொழுது, that seed, that body like a seed is sown into the ground. ആ ശരീരം ഒരു വിത്ത് പോലെ നിലത്ത് അത് വീഴുകയാകുന്നു. அவருடைய சரீரம் ஒரு வித்தாக நிலத்தில் விதைக்கப்படுகிறது. Praise be to God. ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். And we are going to see much fruit by that. അത് മുഖാന്തരമായി വളരെ വിളവ് ഫലം നാം കാണുവാൻ പോകുന്നു. அதன் மூலமாக நாம் அதிக பலனை பார்க்க போகிறோம். Yes, those who do the will of God, their death is precious in the sight of the Lord. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവരുടെ അവസാനം അവരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയപ്പെട്ടത്. தேவனுடைய சித்தத்தை செய்கிறவருடைய கடைசி முடிவு தேவனுடைய பார்வைக்கு அருமையாக. Beloved ones, today let us examine our life. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഇന്ന് നമുക്ക് ശോധന ചെയ്യാം. பிரியமானவர்களே, இன்று நம்முடைய வாழ்க்கை ஆராய்ந்து பார்ப்போமா? Dear child of God, are you doing the will of God? പ്രിയ ദൈവത്തിലെ നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്യുന്നുവോ? பிரியமான தேவ பிள்ளைகளே, நீங்கள் தேவ சித்தம் செய்கிறீர்கள்? Yes, are you doing the will of God? നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ? தேவ சித்தம் செய்கிறீர்கள்? Everyone has to fall into the ground and die. എല്ലാവരും നിലത്ത് വീണ് മരിക്കേണ്ടവർ തന്നെയാണ്. எல்லாரும் நிலத்தில் விழுந்து மரிக்க We வேண்டும். all have to fall to the ground and die. നാം എല്ലാവരും നിലത്ത് വീണ് മരിക്കേണ്ടവർ நாம் തന്നെയാണ്. எல்லாரும் நிலத்தில் விழுந்து மரிக்க வேண்டும். But those who serve God, എന്നാൽ ദൈവത്തിന് വേണ്ടി ദൈവത്തെ സേവിക്കുന്നവരോ, தேவனுக்கு சேவை செய்கிறோம். those who do the will of God, ദൈവത്തിന് ഹിതം ചെയ്യുന്നവരോ, தேவனுடைய சித்தம் செய்கிறோம். yes, when they fall to the ground, അവർ നിലത്ത് വീഴുമ്പോൾ அவர்கள் நிலத்தில் விழுந்து their போது blood is precious blood. അവരുടെ രക്തം വിലയേറിയപ്പെട്ട രക്തമാകുന്നു. அவருடைய ரத்தம் விலையேறப்பட்ட Their body is precious body. അവരുടെ ശരീരം വിലയേറിയപ്പെട്ട ശരീരമാകുന്നു. அவருடைய சரீரம் விலையேறப்பட்ட சரீரம். Their body is like a precious seed sown into the ground. അവരുടെ ശരീരം വിലയേറിയപ്പെട്ട വിത്ത് നിലത്ത് വിതയ്ക്കപ്പെടുന്നത് പോലെയാകുന്നു. அவருடைய சரீரம் விலையேறப்பட்ட வித்தாக விதைக்கப்படுகிற நிலத்தில் Yes, it is going to bring much fruit. അതെ, അത് വളരെ ഫലം കൊണ്ടുവരുവാൻ പോകുന്നു. ஆம், அது அதிக பலனை கொடுக்க போகிறது. Yes, that life is going to be a blessing to everyone. അതേ, ആ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ പോകുന്നു. அவருடைய ஜீவிதமானது அநேகருக்கு ஆசீர்வாதமாய் வரப்போகிறது. With that
body being sown, seed being sown into the ground, it does not end. ആ ശരീരമാകുന്ന വിത്ത് നിലത്ത് വിതയ്ക്കപ്പെടുമ്പോൾ അതുകൊണ്ട് അതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല. அந்த சரீரமாகிய விதையானது நிலத்தில் விழுந்த பிறகு அதோடு கூட முடியாமல், But that's a beginning for many people to come into the salvation, to go to heaven. അനേക രക്ഷയിലേക്ക് കടന്നു വരുവാനും സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പാനും തക്കവണ്ണമുള്ള ഒരു ആരംഭം മാത്രമാകുന്നു അത്. അനേക രക്ഷിப்புക്ക് വരലും പരലോകത്തിൽ പ്രവേശിക്കും, അത് തുടക്കമായിരിക്കുന്നു. What is the difference between the death of an Old Testament saint and a New Testament saint? ഒരു പഴയ നിയമ ഭക്തന്റെ മരണവും പുതിയ നിയമത്തിലെ ഭക്തന്റെ മരണവും തമ്മിലുള്ള വ്യത്യാസം എന്താകുന്നു? പഴയ ഏർപ്പാട്ടിൽ കാണപ്പെടുகிறവരും പുതിയ ഏർപ്പാട്ടിൽ കാണപ്പെടുகிறവരും മരണത്തിൽ വ്യത്യാസമില്ല. When we read Genesis chapter 4 and verse 10, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നാം വായിക്കുമ്പോൾ, ആദിയാകമം 4-ാം അധ്യായം 10-ാം വചനത്തിൽ, there we read about the death of Abel. അവിടെ ഹാബേലിന്റെ മരണത്തെക്കുറിച്ച് നാം കാണുന്നു. അங்கே ആബേലിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നു. Yes, Abel's blood was crying out from the ground. It was crying out from the ground to God. അവിടെ ഹാബേലിന്റെ രക്തം നിലത്തു നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നതായി നാം കാണുന്നു. അங்கே ആബേലിൻ രക്തം നിലത്തിലിരുന്ന് കൂപ്പിടുகிறது സത്യം. What it was crying? എന്തായിരുന്നു അവന്റെ ആ രക്തത്തിന്റെ നിലവിളി? அந்த രക്തത്തിൻ കൂപ്പിടുതൽ என்ன? It was crying for justice. അത് നീതിക്കായി ആയുള്ള ഒരു നിലവിളിയായിരുന്നു. അത് നീതിക്കായി It കൂപ്പിടുகிறது. was not for saving some life. അത് ഏതെങ്കിലും ഒരു ജീവിതത്തെ രക്ഷിപ്പാൻ തക്കവണ്ണം ആയിരുന്നില്ല. അത് ഒരുവരെ രക്ഷിக்க முடியவில்லை. That was not for saving some life. ഏതെങ്കിലും ജീവിതത്തെ രക്ഷിപ്പാൻ ആയിരുന്നില്ല ആ നിലവിളി. യാതൊരു ഒരു ജീവിതത്തെ സേവിக்க முடியவில்லை. That was only giving judgment for others. അത് മറ്റുള്ളവർക്ക് ന്യായവിധി മാത്രം നൽകുന്ന ഒരു നിലവിളിയായിരുന്നു. അത് മറ്റുള്ളവർക്ക് ഒരു ന്യായത്തീർപ്പ് കൊടുക്കുന്നതായിരുന്നു. But the end of a New Testament saint, എന്നാൽ പുതിയ നിയമഭക്തന്റെ അവസാനം നാം നോക്കുമ്പോൾ, ആ പുതിയ ഏർപ്പാട്ടിൽ കാണപ്പെടുகிற പരിശുദ്ധവാൻ when Stephen died, സ്തെഫാനോസ് മരിച്ച വേളയിൽ, ദേവൻ മരിച്ച പൊഴുது, when we read Acts chapter 7 and verse 59 and 60, അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 59-60 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അപ്പോസ്തലർ 7-ാം അധികാരം 59-60 വചനങ്ങളിൽ, when he was stoned, അവനെ അവർ കല്ലെറിഞ്ഞ വേളയിൽ അവൻ മീതെ the കല്ലെറിയപ്പെട്ടു. blood was falling to the ground. അപ്പോഴും രക്തം നിലത്ത് വീണുകൊണ്ടേയിരുന്നു. അവിടെ രക്തം നിലത്തിൽ വീണു. His life was falling into the ground. അവന്റെ ജീവൻ നിലത്ത് വീഴുകയായിരുന്നു. അവന്റെ ജീവൻ നിലത്തിൽ വീണു. And that brought salvation to many. എന്നാലോ അതോ അനേകർക്ക് രക്ഷ കൊണ്ടുവരുവാൻ ഇടയായി. അതുപോ അനേകർക്ക് രക്ഷിപ്പെ കൊണ്ടുവന്നു. Even Saul, who was standing there, he became Saint Paul. അവിടെ നിന്നുകൊണ്ടിരുന്ന ശൗൽ പിന്നീടോ വിശുദ്ധ പൗലോസായി മാറിയല്ലോ. അங்கே ഇരുന്ന സൗലും ഒരു പരിശുദ്ധ പൗലായി മാറ്റപ്പെട്ടു. What did he say? എന്താകുന്നു അവൻ പറഞ്ഞത്? അവൻ என்ன சொல்கிறார்? When he gave up his life, he said, Lord, lay not the sin to their charge. അവന്റെ ജീവൻ പോകുന്ന വേളയിൽ അവൻ പറയുകയാകും, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ. അവൻ ജീവൻ പോകുമ്പോൾ അവൻ വിധമായി சொல்கிறான், இந்த பாவம் அவர்களை மன்னியும் It என்று. was not to bring judgment, but it was bringing much fruit. അത് ന്യായവിധി കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നില്ല, എന്നാലും അധികം വളരെ വിളവുണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. അത് അവർക്ക് ന്യായത്തീർപ്പை കൊടുക്കാமல் அதிக பலனை கொடுக்கும். Yes, even this afternoon. ഈ മധ്യാഹ്ന വേളയിലും, இந்த மதிய வேளை, Yes, let us look into our life. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തെ നോക്കി பார்ப்போம். Yes, how is our end going to be? നമ്മുടെ അവസാനം എപ്രകാരമായി തീരുവാൻ പോകുന്നു? നമ്മുടെ முடிவு എവിധമായി இருக்க പോകുகிறது? Yes, how is our end going to be? നമ്മുടെ അവസാനം എങ്ങനെയായി തീരുവാൻ പോകുന്നു? നമ്മുടെ முடிவு എവിധമായി இருக்க Are പോകുகிறது? we going to die like an Old Testament saint? നാം പഴയ നിയമ ഒരു ഭക്തരെ പോലെ ആകുന്നു മരിപ്പാൻ പോകുന്നത്? നാം പരിശുദ്ധ പഴയ ഏർപ്പാട്ട് Are we പരിശുദ്ധ going to die like a sinner? നാം ഒരു പാപിയെ പോലെ ആകുന്നു മരിപ്പാൻ പോകുന്നത്? ഒരു പാവിയെ പോലെ മരിக்க Or പോകുகிறோம்? are we going to die like a New Testament saint? അതോ ഒരു പുതിയ നിയമ വിശുദ്ധനെ പോലെ നാം മരിപ്പാൻ പോകുന്നുവോ? அல்லது புதிய ஏற்பாட்டு பரிசுத்தவானை போல மரிக்க போகிறோம்? Beloved ones, how is our body going to sown into this earth? പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം എങ്ങനെയാകുന്നു ഈ ഭൂമിയിലേക്ക് വിതയ്ക്കപ്പെടുവാൻ പോകുന്നത്? பிரியமானவர்களே, நம்முடைய சரீரம் விதமாக இந்த பூமியில் விதைக்கப்படும். Therefore, dear child of God, the blood of Jesus is the best blood. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിന്റെ രക്തം ഏറ്റവും ഉത്തമവും ശ്രേഷ്ഠവുമായ രക്തം തന്നെ. ஆகையால் பிரியமானவர்களே, இயேசு கிறிஸ்துவின் ரத்தம் மிக Jesus was the best seed. യേശുവായിരുന്നു ഏറ്റവും ശ്രേഷ്ഠമായ വിത്ത്. இயேசு கிறிஸ்து மேன்மையான வித்து. Yes, next is the body of the saints who do the perfect will of God. അതിനടുത്തതായി കാണപ്പെടുന്നത് ദൈവത്തിന്റെ പൂർണ്ണയിനം ചെയ്ത വിശുദ്ധന്മാരുടെ ശരീരമാകുന്ന വിത്താകുന്നു. அடுத்ததாக தேவனுடைய பூரண சித்தம் செய்கிற பரிசுத்தவான். Yes, today also one body is going to be sown into this earth. ഇന്നും ഈ ഒരു ശരീരം ഇതാ ഭൂമിയിലേക്ക് വിതയ്ക്കപ്പെടുവാൻ പോകുന്നു. இன்னும் ஒரு சரீரம் பூமியில் விதைக்கப்பட போகிறது. Yes, a priest after the order of Melchizedek, his body is going to be sown into this earth. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു പുരോഹിതന്റെ ശരീരം തന്നെ ഇന്ന് ഭൂമിയിലേക്ക് വിതയ്ക്കപ്പെടുവാൻ പോകുന്നു. மெல்கிசேதேக்கின் முறைமைப்படி அந்த ஆசாரியத்தில் அந்த சரீரம் இன்று இந்த பூமியில் விதைக்கப்படும். Yes, that blood is going to be sown into this earth. അതേ ആ ജീവൻ ആ രക്തം ഇന്ന് ഭൂമിയിൽ വിതയ്ക്കപ്പെടുവാൻ പോകുന്നു. அந்த ரத்தமானது பூமியில் விதைக்கப்பட It is going to bring much fruit. അധിക ഫലം അത് കൊണ്ടുവരുവാൻ പോകുന്നു. அது அதிக பலனை கொடுக்க போகிறது. Hallelujah. Yes, therefore let us do the perfect will of അതുകൊണ്ട് God. നമുക്ക് ദൈവത്തിന്റെ പൂർണ്ണയിനം ചെയ്യാം. ஆகையால் தேவனுடைய பூரண சித்தம் நாம் செய்வோமா? Let us decide to do the perfect will of God
ഈ ശരീരം കൊണ്ട് ദൈവത്തിന്റെ പൂർണ്ണത ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് ആഗ്രഹിക്കാം. இந்த சரீரத்தை தேவனுடைய பூர்ண சித்தம் செய்யணும் நம்மை சமர்ப்பிப்போம். When we read from the word of God about Mary, മറിയയെക്കുറിച്ച് തിരുവചനത്തിൽ നിന്ന് നാം വായിക്കുമ്പോൾ, மரியாதை குறித்து வேதவசனத்தில் பார்க்கும் பொழுது, when we read Mark chapter 14 and verse 3, മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം നാം വായിക്കുമ്പോൾ, അവർ ബെത്താനിയാവിൽ കുഷ്ഠരോഗിയായിരുന്ന സീമോൻ വീട്ടിലെ ഭോജന പന്തിയിൽ ഒരു സ്ത്രീ വിലയേറപ്പെട്ട നളകം എന്നും ഉത്തമ തൈലമുള്ള വെള്ളൈക്കൽ ഭരണിயை கொண்டு வந்து அதை உடைத்து அந்த தைலத்தை அவர் சிரசின் மேல் ஊற்றினார். she broke the alabaster box. താൻ ഒരു വെങ്കൽ ഭരണി അവിടെ ഉടയ്ക്കുകയാണ്. When she broke that alabaster box, ആ ജലമാംസ തൈലമുള്ള വെങ്കൽ ഭരണി തകർത്തപ്പോൾ, when we read John chapter 12 and verse 3, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 3-ാം വാക്യം നാം വായിക്കുമ്പോൾ, we read that a fragrance came out and filled the whole house. അവിടെ നാം വായിക്കുന്നുവല്ലോ, ആ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞുവെന്ന്. That fragrance filled the house was filled with the odor of that ointment. ആ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞു. Praise be to God. ദൈവത്തിന് സ്തോത്രം. She broke that alabaster box. അവളോ ആ വെങ്കൽ ഭരണി ഉടച്ചു. When it was broken, the house was filled with the odor of that ointment. അവളത് തകർത്തപ്പോഴാകുന്ന വീട് മുഴുവനും അതിന്റെ തൈലത്തിന്റെ സൗരഭ്യം. In the same way, അതേപോലെ yes, our body is like that alabaster box. നമ്മുടെ ശരീരവും ആ വെങ്കൽ ഭരണി പോലെ കാണപ്പെടുകയാണ്. When it is broken, അത് തകർക്കപ്പെടുമ്പോൾ, that will bring a great fragrance in the whole world. മുഴുവൻ ലോകത്തിന് വലിയൊരു സൗരഭ്യം അത് കൊണ്ടുവരും. Yes, dear child of God. പ്രിയ ദൈവത്തിലെ, Yes, in that alabaster box it is full of fragrance. അതേ ആ വെങ്കൽ ഭരണി മുഴുവനും സൗരഭ്യത്താൽ But it നിറഞ്ഞിരിക്കുന്നു. has to be broken. എന്നാൽ അത് Only തകർക്കപ്പെടേണ്ടിയിരിക്കുന്നു. when it is broken, then the fragrance will come out. തകർക്കപ്പെടുമ്പോൾ മാത്രമാകുന്ന സൗരഭ്യം പുറത്തു If it വരും. is not broken, the fragrance cannot come out. അത് തകർത്തില്ലായെങ്കിൽ ആ സൗരഭ്യം പുറത്ത് കടന്നു വരികയില്ല. Praise be to God. Even in the life of Jesus, യേശുവിന്റെ ജീവിതത്തിൽ before his death, അവന്റെ മരണത്തിന് he മുൻപാകെ was blessing for a few people in the land of Israel. ഇസ്രായേൽ ദേശത്ത് അല്പം ജനത്തിന് മാത്രം അനുഗ്രഹമായി But കാണപ്പെട്ടു. after his body was broken, എന്നാൽ അവന്റെ ശരീരം he തകർക്കപ്പെട്ടതിന് became a blessing to the whole world. മുഴുവൻ ലോകത്തിന് അവരൊരു അനുഗ്രഹമായി മാറി. Yes, dear child of പ്രിയ God. ദൈവത്തിലെ, Yes, our life. How is our life? What is the quality of our life? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഇപ്പോഴുള്ള അനുഭവം എങ്ങനെയാകുന്നു? If there is no quality in our life, നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ട when ശ്രേഷ്ഠത we do not do the perfect will of God, നാം ദൈവത്തിന് പുണ്യം ചെയ്തില്ലായെങ്കിൽ, when we do the will of the world, നാം ലോകത്തിന്റെ ഹിതം or ചെയ്യുന്നവരാകുന്നുവെങ്കിൽ, when this body is broken, ഈ ശരീരം തകർക്കപ്പെടുമ്പോൾ there will be no fragrance. അവിടെ സൗരഭ്യം ഉണ്ടാകുകയില്ല. Yes, when the body is broken, there will be no fragrance. ശരീരം തകർക്കപ്പെടുമ്പോൾ സൗരഭ്യം ഉണ്ടാകുകയില്ല. No good for anyone. ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല. Good for nothing. ഒന്നിനും പ്രയോജനപ്പെടുത്താതെ. But when we do the will of God, എന്നാൽ നാം ദൈവത്തിന് പുണ്യം ചെയ്യുമ്പോൾ, yes, our life will become a fragrant life. നമ്മുടെ ജീവിതം തന്നെ സൗരഭ്യം വീശുന്ന ജീവിതമായി മാറും. When that body is broken, ആ ശരീരം തകർക്കപ്പെടുമ്പോൾ, yes, that will give a fragrance to the whole world. മുഴുവൻ ലോകത്തിനും ഒരു സൗരഭ്യം വീശുന്നതായി മാറും. Therefore, this afternoon, അതുകൊണ്ട് ഈ മധ്യാഹ്ന let വേളയിൽ us all make a decision. നമുക്കൊരു തീരുമാനമെടുക്കാം. Yes, I'm going to do the perfect will of ഞാൻ God. ദൈവത്തിന് പുണ്യം ചെയ്യുവാൻ പോകുന്നു. I'm not going to live as I like in this world, ഈ ലോകത്തിൽ എന്റെ ജീവിതം ഇഷ്ടം പോലെ ഞാൻ but ചെയ്യാൻ I'm going to പോകുന്നു. do the perfect will of ഞാൻ God. ദൈവത്തിന് പുണ്യം ചെയ്യുവാൻ പോകുന്നു. Yes, I'm going to do the perfect will of the Heavenly Father, and I'm going to finish my race. ഞാൻ എന്റെ സ്വർഗീയ പിതാവിന്റെ പൂർണ്ണത ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഓട്ടത്തെ തികപ്പാൻ പോകുന്നു. Like that brother Don, as he did the perfect will of God, and he finished his race victoriously. ആ സഹോദരൻ ഡോൺ അവരുടെ ഓട്ടത്തെ ജയകരമായി ചെയ്ത് തികച്ചതുപോലെ, Yes, even let us also make such a decision. നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. We heard a testimony നാം ഒരു സാക്ഷ്യം കേട്ടുവല്ലോ, that I should not turn back. ഞാൻ പിന്തിരിയുവാൻ പാടില്ല എന്ന്. Praise be to ദൈവത്തിന് God. സ്തോത്രം. Nobody should turn back. ആരും പിന്തിരിയരുത്. When we read Hebrews chapter 10 and verse 38, ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യം നാം വായിക്കുമ്പോൾ, there it is written, അവിടെ ഇങ്ങനെയാകും നാം if വായിക്കുന്നത്, any man turn back, ആരെങ്കിലും പിന്തിരിയുന്നുവെങ്കിൽ my soul shall have no pleasure in him. അവരിലോ അവരുടെ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. Yes, that soul, when that body falls to the ground, അങ്ങനെയുള്ള ഒരു ശരീരം നിലത്ത് വീഴുമ്പോൾ, a soul which has turned back and falling to the ground, അങ്ങനെ ഒരു പ്രാണൻ പിന്തിരിഞ്ഞ് പിന്നീട് നിലത്ത് വീഴുന്നുവെങ്കിൽ there is no fruit. അതിൽ ഒരു ഫലം ഉണ്ടാകില്ല. Yes, it is no pleasure to the Lord. അത് ദൈവത്തിന് ഒരു പ്രസാദമുള്ളതല്ല. But our life should be a life pleasing to the എന്നാലോ Lord. നമ്മുടെ ജീവിതം ദൈവത്തിന് Let പ്രസാദയോഗ്യമായിരിക്കും. us not turn back. നമുക്ക് പിന്മാറ്റത്തിലേക്ക് പോകുന്നവരെ Let us be going forward in our life. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് Yes, പോകുന്നവരായി. whatever happens in my life, എന്റെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും I will not turn back. ഞാൻ പിന്തിരിയുകയില്ല. But I will go forward and forward. ഞാൻ മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. Yes, Lord, you give me the grace to go forward. കർത്താവേ, മുൻപോട്ട് പോകുവാനുള്ള കൃപ എനിക്ക് തരണമേ. Yes, I want to go forward and I want to reach my destination. കർത്താവേ, മുൻപോട്ട് തന്നെ പോയിക്കൊണ്ട് എന്റെ ലക്ഷ്യം നേടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Lord, I want to reach New Jerusalem and Zion. കർത്താവേ, പുതിയ യെരൂശലേമിൽ സിയോനിൽ എത്തിച്ചേരുവാൻ ഞാൻ That ആഗ്രഹിക്കുന്നു. is my calling, your calling. അത് തന്നെയാണ്
dear child of God, പ്രിയ ദൈവമേ, think about this great priesthood, and even think about your children to send to this ministry. ഈ വലിയ ശ്രേഷ്ഠമേറിയ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ ധ്യാനിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതിലേക്ക് അയപ്പാൻ Is the തക്കവണ്ണം blood of Jesus which was so precious and which was saving so many souls. യേശുവിന്റെ രക്തം എത്രത്തോളം വിലയേറപ്പെട്ടത് അനേക പ്രാണങ്ങളെ രക്ഷിക്കുന്നതായി തീർന്നുവെങ്കിൽ, If you send your son or daughter to be a priest after the order of Melchizedek, നിങ്ങളുടെ മകനെയോ മകളെയോ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്നുവെങ്കിൽ, when they do the perfect will of God and when they fall to the ground, they will be a blessing to the whole world. അവർ ദൈവത്തിന്റെ പൂർണ്ണ ഹിതം ചെയ്തുകൊണ്ട് അങ്ങനെ നിലത്ത് വീഴുന്നവരായി കാണപ്പെടുന്നവരിൽ മുഴു ലോകത്തിനും അനുഗ്രഹമായി മാറും. Yes, they are going to be a blessing to the whole world. മുഴു ലോകത്തിന് തന്നെ അവർ ഒരു വലിയ Our അനുഗ്രഹമായി God has called us with such a great high calling. അത്രത്തോളം വലിയ ഉന്നത വിളിയാത്ത ധാമമേ ഏവരെ വിളിച്ചിരിക്കുന്നു. Yes, whatever life your children may live in this earth, നീ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ ചെയ്യുന്ന ജീവിതം എത്ര they തരത്തിലായിരുന്നാലും, may have a high position, high job. ഒരുപക്ഷേ നല്ല ജോലിയും നല്ല ഉന്നത നിലവാരവും My അവർക്കുണ്ടായിരിക്കാം. dear child of God, can they become a fragrance to the whole world? എന്നാൽ പ്രിയ ദൈവമേ, മുഴു ലോകത്തിനും അവരെ സൗരഭ്യം വീശുന്നവരായി മാറ്റപ്പെടുവാൻ Yes, കഴിയുമോ? let us think about this great calling and let us surrender our children for that calling. ഈ വലിയ ഉന്നത വിളിയെക്കുറിച്ച് നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനായി നമുക്ക് സമർപ്പിക്കാം. Oh, praise be to God. ദൈവത്തിന്റെ സ്തോത്രം. Yes, when the Lord comes, കർത്താവ് കടന്നു വരുമ്പോൾ at that time a group of people who have dead in Christ, they are going to rise up first. ഒന്നാമത് ക്രിസ്തുവിൽ മരിച്ചവരാകുന്നുവല്ലോ ഉയർത്തപ്പെടുവാൻ പോകുന്നത്. So they are going to, we see that when they fall on this earth, when they fell on this earth, and when they had given much fruit. അവർ മുൻപേ നിലത്ത് വീണ് അധികം വളരെ ഫലം കൊടുക്കുന്നവരെന്ന് നമ്മൾ കണ്ടു. But those who are alive, എന്നാൽ ജീവനോടെ ഇരിക്കുന്നവരോ at the coming of the Lord, കർത്താവിന്റെ വരവിങ്കൽ they are going to be transformed. അവർ രൂപാന്തരപ്പെടുവാൻ പോകുന്നു. Their case, they are not falling to the ground like a corn of wheat. അവരുടെ ജീവിതം നോക്കുമ്പോൾ അവർ ഗോതമ്പ് മോടി പോലെ നിലത്ത് വീണ് ചാകുന്നവരല്ല. Why? എന്തുകൊണ്ട്? Because there is no fruit required after that. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഫലം ആവശ്യമില്ലാത്തത്. After the rapture, there is going to be tribulation period. ഉൽപ്രാവണത്തിന് ശേഷം പിന്നീട് നോക്കുമ്പോൾ ഉപദ്രവകാലമാകുന്നു. No need of falling to the ground and dying. പിന്നീട് നിലത്ത് വീണ് മരിക്കേണ്ട ആവശ്യം But അവർക്കില്ല. their bodies are going to be changed. എന്നാൽ അവരുടെ ശരീരമോ രൂപാന്തരപ്പെടുവാൻ They are going to put on glorious body. അവർ തേജസ്സേറിയ ശരീരം ധരിപ്പാൻ പോകുന്നു. But those who die before that, എന്നാൽ അതിനു മുൻപേ മരിക്കുന്നവരോ, yes, those who do the perfect will of God, ദൈവത്തിന്റെ പൂർണ്ണഹിതം ചെയ്യുന്നവർ, their bodies are falling to the ground and dying and giving much fruit. അവരുടെ ശരീരമോ നിലത്ത് വീണ് അധികം ഫലം കായ്ക്കുന്നവരായി Yes, കാണപ്പെടുന്നു. even this evening. ഈ വൈകുന്നേര Therefore, സമയം let us understand the calling for Zion. സിയോന് വേണ്ടിയുള്ള വിളിയെക്കുറിച്ച് നമുക്ക് Let us understand the calling for to be priest after the order of Melchizedek. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളിയെക്കുറിച്ച് നമുക്ക് അറിയാം. Not only that, എന്ന് മാത്രമല്ല, yes, as believers also, വിശ്വാസികളായി let us decide to serve God. ദൈവത്തെ സേവിപ്പാൻ തക്കവണ്ണം നമുക്ക് ആഗ്രഹിക്കാം. As we heard in the prophecy, നാം പ്രവചനത്തിൽ കേട്ടതുപോലെ let us decide to serve God in some way. ഏതെങ്കിലും രീതിയിൽ കർത്താവിനെ സേവിപ്പാൻ നമുക്ക് തീരുമാനിക്കാം. Yes, let us tell the gospel to others. സുവിശേഷം മറ്റുള്ളവരോട് നമുക്ക് അറിയിക്കാം. Let us gain many people for the kingdom of God. ദൈവരാജ്യത്തിന് വേണ്ടി അനേക ആത്മാക്കളെ സമ്പാദിക്കാം. Let our sweat fall to the ground. നമ്മുടെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴട്ടെ. Yes, let us in some way let us serve God. ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് കർത്താവിനെ സേവിക്കാം. Before we leave this earth, ഈ ഭൂമി വിട്ടു പോകുന്നതിന് yes, മുമ്പ്, before we die, നാം മരിക്കുന്നതിന് മുമ്പ്, yes, our death should be like a corn of wheat falling to the ground and dying. നമ്മുടെ മരണം ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാവുന്നത് പോലെ ആയിരിക്കും. Oh, then it is going to bring much fruit. ഇതുകൊണ്ട് നാം വളരെ ഫലം അത് കൊണ്ടുവരുവാൻ പോകുന്നു. Even this evening shall we all surrender ourselves. ഈ വൈകുന്നേരം നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ Now സമർപ്പിക്കാം. we are going to sing that English song. ഇപ്പോൾ നാം ഇംഗ്ലീഷ് പാട്ട് പാടുവാൻ Or പോകുന്നു. shall we all stand up? നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Long before the world's creation, long before our time began, in the mind of God the Father was a great eternal plan. It was sacred, it was glorious, it was graven in His hands. The success would follow Jesus, and on Zion it would stand. Blessed Zion, holy Zion, where my heart wandered around. I will follow you to Zion, I will join the saints above. And the
Yes, today let us be worshipping God. Let us rejoice as if we are in that funeral place. നമുക്ക് ആ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ദൈവത്തിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ആനന്ദിക്കാം. Yes, our funerals
are not sorrowing services. നമ്മുടെ സംസ്കാര ശുശ്രൂഷ ദുഃഖത്തിന്റെ ശുശ്രൂഷയല്ലല്ലോ. It is a glorious service. It is full of glory. Today one alabaster box is going to be broken. Yes, fragrance is going to come out and fill the whole earth. How many want to become like that alabaster box which is giving fragrance? Or how many have become like that stinking box? Yes, is your body like a stinking sinful box? Or is your body like an alabaster precious ointment costly box? Let us make a new decision. Lord, I will follow you. I will do your perfect will. Yes, I will reach New Jerusalem and Zion. Hallelujah, hallelujah.
In the sweet we shall reign on the beautiful shore. In the sweet by and by, we shall reign on the beautiful shore. In the sweet by and by, we shall reign on the beautiful shore. In the sweet by and by, we shall reign on the beautiful shore. In the sweet by and by, we shall reign on the beautiful shore. In the sweet by and by, we shall reign on the beautiful shore. In the sweet by and by, we shall reign on the beautiful shore. In the sweet by and by, we shall reign on the beautiful Hallelujah. Most children of God, God has seen your decision. പ്രിയ ദൈവത്തിലെ ദൈവം നിങ്ങളുടെ തീരുമാനം കണ്ടിരിക്കുന്നു. God is going to fulfill that. ദൈവം അത് നിവർത്തിപ്പാൻ പോകുന്നു. He is going to help you അവൻ നിങ്ങളെ സഹായിപ്പാൻ to പോകുന്നു. be a precious alabaster box full of fragrance, and at the right time He is going to take you to be with Him. അവൻ നിങ്ങളെ ആ സൗരഭ്യം നിറഞ്ഞ വെങ്കൽ ഭരണി, വിലയേറിയപ്പെട്ട വെങ്കൽ ഭരണിയായി മാറ്റി നിങ്ങളെ അവന്റെ തക്ക The സമയമാകുമ്പോൾ coming of the Lord is very near. കർത്താവിന്റെ വരവേൽപ്പ് അടുത്തുപോയി. Yes, all those alabaster box full of precious ointment, they are going to be changed. വിലയേറിയപ്പെട്ട തൈലം നിറഞ്ഞിരിക്കുന്ന വെങ്കൽ ഭരണികളൊക്കെയും അത് രൂപാന്തരപ്പെടുവാൻ പോകുന്നു. They are going to be changed and caught up to the midair. അവർ രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ എടുക്കപ്പെടുവാൻ And പോകുന്നു. they are going to be forever with the Lord. അവർ അങ്ങനെ എന്നേക്കും കർത്താവിനോടുകൂടി ആയിരിക്കാൻ For പോകുന്നു. that experience God is giving to every one of us, shall we all praise God. We will pray. Our most loving Heavenly Father, we praise you, we thank you, Lord. Save you, Lord, for bringing us to the holy presence to worship you in spirit and in truth, Lord. Save you, Lord, in the past days you were so good to us. For your care, for your love, Lord, we praise and we thank you, Lord. Even, Lord, this noon time, and from the time we came to the presence, Lord, you are dealing with us at the point of our need. Through the songs, through the prophecies, through the hallelujah exhortation, through the word of God. Savior, Lord, you're dealing with us, Lord. Those who came with the various burdens, cares, problems, difficulties, sicknesses, Lord. You're all sufficient, God, Lord Jesus, Lord. Therefore, we praise and we thank you, Savior, Lord. Hallelujah. As we heard the word of God, Lord, Savior, Lord, this word of God will turn into great blessing to every one of us, Lord. Savior, Lord, make us all a precious corn of wheat, Lord, to fall to the ground. Help us, Lord, to do thy perfect will, Lord. Jesus, Lord, as you did the Father's will. Savior, Lord, help us, Lord, to do thy will, Lord. Jesus, Lord, hallelujah. Savior, Lord, yes, Lord, Jesus, Lord, your body is so holy body, precious body, Lord, as a Lord, hallelujah, holy corn of wheat, corn of Lord, you fell down to this ground and became it great. Lord, hallelujah, blessing to the whole world, Lord Jesus, Lord, through your death, Lord, we receive this great salvation, Lord. As you spoke to us in the prophecy also, Lord, many are perishing in this world, Lord. Savior, Lord, every one of us, help us, Lord, to do thy perfect will, Lord. We praise you, we thank you, Lord Jesus, Lord. Yes, Lord, your blood was so precious, sinless blood, Lord. Every drop of the blood you, Lord, shed for us, Lord. Savior, Lord, hallelujah. Yes, Lord, when you prayed also, Lord, that sweat as the drops of blood fell to the ground, Lord. Savior, Lord, when the Father's pleasure was you
to praise you, Lord. Savior, Lord. Hallelujah. Yes, Lord. Even when you are crucified, Lord Jesus, Lord. Hallelujah. When the crown of thorns is kept upon your head, Lord. Savior, Lord. When you are scourged with the whips, Lord. Savior, Lord. When your feet and hands were nailed to the cross, Lord. All the blood was oozed out, Lord. From the Gethsemane to Golgotha, Lord. All the streets. When you dragged through the streets, Lord, your blood was falling to the ground, Lord. Therefore, Lord, we receive this great salvation, Lord. Savior, Lord. Hallelujah. Yes, Lord, as we heard about the death of our brother Don, Lord. Savior, Lord. Hallelujah. Yes, Lord, he was falling to the ground, Lord. Savior, Lord. Hallelujah. It's a good corn. Savior, Lord. Yes, Lord, in the coming days, Lord, may much fruit, Lord, we come out from this Middle East, Lord. We praise and we thank you, Lord Jesus, Lord. We surrender all our children, all our youths also, Lord. Help them, Lord, to do their perfect will so that, Lord, they may become a precious alabaster box, Lord. Savior, Lord, hallelujah. May the fragrance, Lord, spread to the whole world, Lord. We praise and we thank you about everything, Lord. When we do the perfect will, Lord, surely we will be caught up in the middle, Lord. Savior, Lord, yes, Lord, soon we are going to be changed because we are waiting for your appearance, Lord. When we are waiting for your coming, Lord. Savior, the perfect saints, you are going to take away from this evil world, Lord. Savior, Lord, preserve us, Lord, till that day, Lord. Make us, help us, Lord, to that perfect will, Lord. We praise and we thank you, Lord. Under this roof, none should be left over, Lord. Savior, Lord, help us, Lord, to be transformed, to be changed in the twinkling of an eye, and to be with you forever and ever, Lord. We humble ourselves. We give all glory, honor to thee alone. In Jesus' name we pray. Amen. Now may the grace of our Lord Jesus Christ, love of God, sweet fellowship of the Holy Spirit, rest and abide with us, now and until Jesus returns in His glory. Amen. Hallelujah. Amen.